ഒരുപാട് സിനിമ തെറ്റുപറ്റിയിട്ടുണ്ട്. ഒരുപാട് സിനിമ നമ്മൾ പ്രതീക്ഷിക്കാത്ത പോലെ ഔട്ട്കം വന്നിട്ടില്ല. അമൽ നീരദ് ചെയ്തത് ആ പടം വാസ്തവത്തിൽ ആദ്യത്തെ പടമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് പേർക്ക് അത്ര പോരാൻ തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെന്നിട്ട് അവരുടെ സ്റ്റൈലിൽ ഇടപെടാൻ നമുക്ക് പറ്റൂല, പറഞ്ഞു കൊടുക്കാനും അറിയില്ല. ചിലപ്പോൾ അത് ഒരാളുടെ പേരിലായിരിക്കും പുറത്ത് പറയപ്പെടുക, പക്ഷെ ഒരാൾ കാരണമല്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു വെച്ചാലും അതുപോലെ അഭിനയിക്കാൻ പറ്റിയ ഒരാളെ കിട്ടിയില്ലെങ്കിൽ എഴുതിട്ടെന്ന് പറയാം. താങ്കളിലെ എഴുത്തുകാരനെ ഏറ്റവും അല്ലെങ്കിൽ താങ്കൾ എഴുതി കൊടുക്കുന്ന ഒരു സംഗതി ഏറ്റവും പെട്ടെന്ന് ഗെയിം ചെയ്യുന്ന ഒരു സംവിധായകനാരാ താങ്കളെ സംബന്ധിച്ചിടത്തോളം? അല്ല, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഓരോ സംവിധായകന്മാരുടെ ടേസ്റ്റ് ഓരോന്നാണ്. നമ്മളതിനകത്ത് ഒരുപാടൊന്നും നമുക്കിപ്പോൾ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ശരിയല്ല, ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകാറ്. ഇപ്പോൾ ജോഷി, അയാൾക്കൊരു സ്റ്റൈലുണ്ട്, മധുവിനൊരു സ്റ്റൈലുണ്ട്, ചക്രവർമ്മയൊക്കെ ചെയ്ത സാജിനൊരു സ്റ്റൈലുണ്ട്, സത്യനന്ദിക്കാരനൊരു സ്റ്റൈലുണ്ട്. അങ്ങനെ ഞാൻ സംവിധാനം ചെയ്ത ഷാജി കൈലാസിനൊരു സ്റ്റൈലുണ്ട്, സിബി മലയിലിനൊരു സ്റ്റൈലുണ്ട്. അപ്പോൾ നമ്മൾ ചെന്നിട്ട് അവരുടെ സ്റ്റൈലിൽ നിന്ന് ഇടപെടാൻ നമുക്ക് പറ്റൂല, പറഞ്ഞു കൊടുക്കാനും അറിയില്ല. പക്ഷെ അവർ നമ്മൾ എഴുതുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഡൗട്ട് അങ്ങനെ അധികം ഉണ്ടാവാറില്ല. ഡൗട്ട് ഉണ്ടെങ്കിൽ അവർ ചോദിക്കും. അതുകൊണ്ട് നമുക്കിപ്പോൾ അങ്ങനെ ഒരാളുടെ സ്റ്റൈലിന് വേണ്ടി അങ്ങനെ പ്രത്യേകിച്ച് മാറി എഴുതേണ്ട ഒരു ആവശ്യം ഉണ്ടായിട്ടില്ല. ഈ സാഗർ ഇലിയാസാക്കി രണ്ടാമതും വന്നു, അത് അമൽ നീരദ് ചെയ്തത്. ആ പടം വാസ്തവത്തിൽ ആദ്യത്തെ പടമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് പേർക്ക് അത്ര പോരാൻ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ്. അല്ല, അപ്പൊ അത്തരത്തിലുള്ളൊരു കോംപ്രമൈസ് ആയിരുന്നു എന്ന് സാറിന് തോന്നുന്നു? ഞാനങ്ങനെ കോംപ്രമൈസ് ആയിട്ടില്ല. അത് ആ ഡയറക്ടറുടെ ഒരു സ്റ്റൈൽ അതായിപ്പോയി. അതുകൊണ്ടാണ്. താങ്കൾ എഴുതിയത് അങ്ങനെയല്ല? അങ്ങനെ നമുക്ക് എഴുതേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ മാറ്റർ ഓഫ് ഫാക്ട് എഴുതും. അതിൽ അല്പമൊക്കെ പുള്ളി മാറ്റും. അവർക്ക് അവരുടെ യുക്തമനുസരിച്ച് ചില കാര്യങ്ങൾ മാറ്റേണ്ടി വരും. അത് മാറ്റേണ്ടി വരും. എന്ത് സീക്രട്ടായിരിക്കും പുതിയ സംവിധാന സംരംഭത്തിലൂടെ പ്രേക്ഷകർക്ക് റിവീലാകാൻ പോകുന്നത്? ഈ സിനിമയുടെ കഥ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ കേട്ടിട്ടുള്ള കഥയല്ല, ആരും പറഞ്ഞിട്ടുള്ള കഥയല്ല. ലോകത്തിൽ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഒരു ലാംഗ്വേജിലും ഇങ്ങനൊരു കണ്ടൻറ്റ് സിനിമയിൽ വന്നിട്ടില്ല. അപ്പോൾ അത് നമ്മൾ പുതുതായിട്ട് ഒരു കണ്ടൻറ്റ് സിനിമയിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മളതിനകത്ത് നമ്മുടേതായിട്ടുള്ള മനസ്സിലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ എഴുതി വയ്ക്കാൻ പറ്റില്ല. അതുമല്ല, നമ്മളെപ്പോഴും ഒരു പുതിയ സാധനം നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടാവില്ലേ? സിനിമകൾ കാണാറുണ്ടോ? സിനിമ ഇഷ്ടംപോലെ. പിന്നെ സിനിമ കാണുന്ന നമ്മുടെ ആഹാരമാണ് സിനിമ. ബുക്കൊക്കെ ഇഷ്ടം പോലെ വായിക്കും. ഈ പലപ്പോഴും പല സ്ഥലങ്ങളിൽ വെച്ചിട്ടും സാംസാറിനെ കണ്ടിട്ടുണ്ട് എന്ന് പല ആൾക്കാരും പറയാറുണ്ട്. പറയുമ്പോഴൊക്കെ പറയും ഒരു സ്കൂട്ടറിൽ അങ്ങോട്ടേക്ക് പോകുന്നുണ്ടോ? അത് സ്കൂട്ടർ തന്നെ. ഇപ്പോഴും സ്കൂട്ടർ തന്നെയാണ്. അത് വേറൊന്നും കൊണ്ട എറണാകുളം സിറ്റിക്കകത്ത് സ്കൂട്ടർ പോലെ കംഫർട്ടബിൾ ആയിട്ടൊരു വാഹനമില്ല. നമുക്ക് ട്രാഫിക്കിന്റെ പ്രശ്നമൊന്നും വരില്ല. അതൊക്കെ കൊണ്ട് തന്നെ ഒരുപക്ഷെ പണ്ടത്തേക്കാൾ ഇപ്പോൾ ആൾക്കാർ കൂടുതൽ തിരിച്ചറിയുന്നില്ലേ സാറിന്? പണ്ട് ധൈര്യത്തോടുകൂടി ഇറങ്ങി നടക്കാമല്ലോ. അറിഞ്ഞറിയട്ടെ, ഞാൻ എന്ത് വേണം? ഈ അപ്ഡേറ്റ് ആവുന്നത് എങ്ങനെയാണ്? നമ്മൾ ഈ ടെക്നോളജിയിൽ മാത്രമേ തലമുറയുടെ ഒരുപാട് വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. ഈ സാഹിത്യത്തിൻ്റെ കാര്യത്തിലോ ലിറ്ററേച്ചറിൻ്റെ കാര്യത്തിലോ എഴുത്തിൻ്റെ കാര്യത്തിലോ ഒക്കെ ആ ലാംഗ്വേജിൻ്റെ സ്റ്റൈൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടന്റിൽ വ്യത്യാസം വരാൻ പറ്റില്ല. എങ്ങനെയാണ് വരുന്നത്? അന്നത്തെ കരച്ചിലല്ലേ ഇന്നത്തെ കരച്ചിൽ വ്യത്യാസമുണ്ട്. ആവിഷ്കാരത്തിൽ വ്യത്യാസം വരുമല്ലോ. അത് നിങ്ങളുടെ ഒരു സ്വതന്ത്രമായ ചിന്താഗതിയിൽ നിന്ന് നിങ്ങളുടെ ഇഷ്ടപ്രകാരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റും എന്ന് വെച്ചിട്ട് നമുക്ക് എമോഷനൊന്നും ചേഞ്ച് ഉണ്ടാവില്ല. പിന്നെ ഈ ഇപ്പം നിങ്ങളുടെ ഒരു ടേസ്റ്റ് ഓഫ് എമോഷൻസ് ഉണ്ട്. നിങ്ങൾക്കിപ്പോൾ ഒരാളെ ചിരിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ചിരിപ്പിക്കുന്ന രീതി വളരെ വ്യത്യസ്തമായ രീതിയിൽ കൂടെ ആൾക്കാരെ ചിരിപ്പിക്കും. ചിലർ കൺവെൻഷണലായിട്ടുള്ള രീതിയിൽ കൂടെ ചിരിപ്പിക്കും. ചിലർ ഇതിലൊന്നും പെടാതെ വേറെ മൂന്നാമതൊരു രീതിയിൽ ചിരിപ്പിക്കും. അതുപോലെ തന്നെ സങ്കടപ്പെടുത്തുന്നു. അതിന് സങ്കടപ്പെടുത്താനുള്ള റീസൺ മാറും, പക്ഷെ സങ്കടം ഒന്നും തന്നെയായിരിക്കും. ഏത് ജോണർ എഴുതാനാണ് ഏറ്റവും കൂടുതൽ? അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഒരു ഈ ഒരു നമുക്ക് നിർബന്ധ ബുദ്ധി വന്നാൽ എഴുത്ത് മുടങ്ങിപ്പോകും. നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഇമാജിനേഷൻ ഏത് രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റും അത് വർക്ക് ചെയ്യും. ഈ ചിലപ്പോൾ വലിയ പ്രതീക്ഷയോടുകൂടി വലിയ കാഴ്ചപ്പാടിൽ വലിയ എഫേർട്ടിട്ട് എഴുതുന്ന കഥാപാത്രങ്ങളെ ചിലപ്പോൾ തിയേറ്ററിൽ ജനങ്ങൾ സ്വീകരിച്ചില്ല എന്ന് വരില്ലേ? നമുക്ക് മനുഷ്യനാണ്, നമ്മൾ ആ ഒരു ഫാക്ട് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. എനിക്ക് എത്രയോ തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. രഹസ്യ പോലീസ് പോലുള്ള സിനിമ, ഒരുപാട് സിനിമ തെറ്റുപറ്റിയിട്ടുണ്ട്. ഒരുപാട് സിനിമ നമ്മൾ പ്രതീക്ഷിക്കാത്ത പോലെ ഔട്ട്കം വന്നിട്ടില്ല. ചിലത് അതിൻ്റെതായിട്ടുള്ള പിന്നെ
അത് പിക്ചറൈസ് ചെയ്ത് വരുമ്പോൾ അതിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. പല കാരണമുണ്ട്. നമുക്കങ്ങനെ തെറ്റിനൊരു കാരണമൊന്നും പറയാൻ പറ്റില്ല, ഒരാളെയും പറയാൻ പറ്റില്ല. പല കാരണങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോഴാണ് ഒരു തെറ്റുണ്ടാവുക. ചിലപ്പോൾ അത് ഒരാളുടെ പേരിലായിരിക്കും പുറത്ത് പറയപ്പെടുക, പക്ഷെ ഒരാൾ കാരണമല്ല. ഇപ്പം ഞാൻ എന്ത് എഴുതി വെച്ചാലും അതുപോലെ അഭിനയിക്കാൻ പറ്റിയ ഒരാളെ കിട്ടിയില്ലെങ്കിൽ എഴുതിയിട്ടെന്ന് പറയാം. അതുപോലെ ആ ടേക്കിങ്സിൽ വരുന്ന ബാലിശമായ പല കാര്യങ്ങളും ആ ഗൗരവം കുറച്ചാൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ഒരാളെ നമുക്ക് കുറ്റം പറയാനും പറ്റില്ല. അത് സംഭവിക്കും, മനുഷ്യനല്ലേ, തെറ്റുകളൊക്കെ ഉണ്ടാവും. മുൻവിധിയോടുകൂടി ഇത് ഭയങ്കരമായ കൈയടി കിട്ടണം, ഇതിന് ഭയങ്കരമായ അപ്രിഷിയേഷൻ കിട്ടണം, ആൾക്കാർ ഈ സീനിന് വേണ്ടി സിനിമ റിപ്പീറ്റ് ചെയ്ത് കാണണം എന്നുള്ളതൊക്കെ ഒരു ഇമാജിനേഷനിൽ എഴുതി കഴിഞ്ഞാൽ ശരിയാവില്ല. നമ്മൾ എഴുതുക എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മം എന്ന് വെച്ചാൽ, ഘടകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കഥയുടെ പോക്കിനനുസരിച്ചിട്ടുള്ള എഴുതാൻ. ഒരുപാട് പേർക്ക് തെറ്റ് പറ്റുന്നത് ഇവിടെയാണ്. ഡയറക്ടേഴ്സ് ആയാലും റൈറ്റേഴ്സ് ആയാലും മുൻപുണ്ടായ വിജയങ്ങൾ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയാണ് കുഴപ്പം. നിങ്ങളുടെ കാലത്ത് അത് യോജിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ എത്ര ഗംഭീരമായിട്ട് എഴുതിക്കോളൂ, ആ ഗംഭീരമായ സാധനം ആ കഥയ്ക്ക് യോജിച്ചില്ലെങ്കിൽ അപ്പോൾ അതിൻ്റെ പുറകെ പോയാൽ പെട്ടുപോകും. ഒരുപാട് എഴുത്തുകാർക്ക് പറ്റുന്നത് ഒരു വലിയ വിജയം ഒരു സിനിമ കിട്ടും. അത് മരിച്ചുപോയ ഡയറക്ടർ സിദ്ദിഖ് പറയും, എല്ലാവരുടെയും രണ്ടാമത്തെ സിനിമ നോക്കിയാൽ ആദ്യത്തെ സിനിമ എന്താവുമെന്ന്. കാരണം ആദ്യത്തെ സിനിമയുടെ ഇൻഫ്ലുവൻസിലായിരിക്കും രണ്ടാമത്തെ സിനിമ എഴുതുക. അല്ലാത്ത എഴുത്തുകാരൊക്കെ ഉണ്ട്, പക്ഷെ ആദ്യത്തെ സിനിമ ഇൻഫ്ലുവൻസ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്ക് യാതൊരു പുതുമ ഫീൽ ചെയ്യില്ല അതിനകത്ത്. സാംസന്റെ റൈറ്റിംഗ് സ്റ്റൈൽ ഉണ്ടല്ലോ, തിരക്കഥ എഴുതുന്ന ഒരു രീതി, അത് എങ്ങനെയാണെന്ന് പലപ്പോഴും അങ്ങനെ അതാണ് എനിക്കില്ലാത്തത്. എനിക്കൊരു സ്റ്റൈലില്ല. ഞാൻ കഥയ്ക്ക് യോജിച്ച പോലെ എൻ്റെ മനസ്സിൽ തോന്നുന്നത് ഞാൻ എഴുതും. അത് സ്റ്റൈലാണെങ്കിൽ സ്റ്റൈല്, അല്ലെങ്കിൽ അല്ല. അല്ല, ഒരു സീൻ ഓർഡർ എഴുതി അതിന് അങ്ങനല്ല. ഇത് നമുക്കതിനൊരു ഫിക്സഡ് ഇതൊന്നുമില്ല. ഇങ്ങനെ എഴുതി അത് പിന്നെ ഇങ്ങനെയാക്കി അങ്ങനെയൊന്നുമില്ല. ഞാൻ ചിലപ്പോൾ ഡയറക്റ്റായിട്ട് ഫുൾ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്, ചിലതായിട്ട് വൺ ലൈൻ തന്നെ 1000 പ്രാവശ്യം മാറ്റി എഴുതിയിരുന്നു. അപ്പം അങ്ങനെ ഒരു സ്റ്റൈലൊന്നുമില്ല. പഴയ കഥാപാത്രങ്ങൾ അലി ഇമ്രാൻ, സേതുരാമയ്യർ CP, ഇനി അതിന്റെ ഒരു ഭാഗം വരാനുള്ള സാധ്യതകൾ മലയാളിയിൽ ഉണ്ടോ? അറിയില്ല. മനസ്സിലുണ്ടോ സാറിന്റെ? അങ്ങനെയൊന്നുമില്ല. അതാ പറഞ്ഞത്, എനിക്കങ്ങനെ ഒരു സാധനവും ഞാൻ മുൻകൂട്ടി തീരുമാനിച്ചിട്ടല്ല ഞാൻ എഴുതാൻ പോകുന്നത്. എഴുതി വരുമ്പോൾ അത് യോജിച്ച പോലെയാണെങ്കിൽ അങ്ങനെ മാറും. അങ്ങനെയാണ്. അപ്പം ഒന്നും നമ്മുടെ കയ്യിലല്ല. അല്ല, തീർച്ചയായിട്ടും അല്ല. എൻ്റെ കയ്യിലല്ല എന്ന് എനിക്കറിയാം. CBI ഫയലിൽ ജഗതി ശ്രീകുമാർ സാറിനെ തിരികെ കൊണ്ടുവന്നായിരുന്നു. അത് പർപ്പസ്ഫുള്ളി കൊണ്ടുവന്നതായിരുന്നു? പർപ്പസ്ഫുള്ളി തന്നെ കൊണ്ടുവന്നതാണ്. തീർച്ചയായിട്ടും അത് ഒരു ആക്സിഡന്റൊന്നുമല്ല. അയാൾ അഭിനയിച്ചിരിക്കുന്നത് ജഗതി ശ്രീകുമാറായിട്ടാണ്. പഴയ വിക്രം എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് അദ്ദേഹം അഭിനയിച്ചിരിക്കുന്നത്. പർപ്പസായിട്ട് തന്നെ കൊണ്ടുവന്നു. അല്ല, അതിപ്പോൾ എല്ലാവരും കൂടെ ആലോചിച്ച് വേണം എന്ന് പറഞ്ഞ് തീരുമാനിച്ച. പക്ഷെ അതിന് നമ്മൾ ഒരുപാട് അദ്ദേഹമായിട്ടൊരു കമ്മ്യൂണിക്കേഷനൊക്കെ വേണ്ടി. കാരണം അദ്ദേഹം പറഞ്ഞ പോലെ ചെയ്യുമെന്നറിയില്ലല്ലോ. നമുക്ക് ആവശ്യമുള്ള സാധനം കിട്ടി. ശരി, അപ്പോൾ ETV ഭാരതിനോട് പ്രതികരിച്ചതിന് വളരെയധികം നന്ദി. പുതിയ സിനിമയായ സീക്രട്ടിന് എല്ലാവിധ ഭാവങ്ങളും തരുന്നു. താങ്ക് യു.